സോ നമ്മൾ ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് DJI Mini 4 Pro ഡ്രോണാണ്. സോ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനലിൽ ഒരു ഡ്രോണ് റിവ്യൂ ചെയ്യുന്നത് ആൻഡ് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ഡ്രോണ് പറത്തുന്നതും. സോ കംപ്ലീറ്റ് ബിഗിനറാണ്. എനിക്ക് എങ്ങനെയാണ് ഡ്രോണ് പറത്തേണ്ട ഒരു ഐഡിയ ഇല്ല, സീറോ നോളജാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഡ്രോണ് വാങ്ങിയത്. സോ ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആണോ, അതുപോലെ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. എന്തുകൊണ്ട് ഞാനിത് പർച്ചേസ് ചെയ്തു, വാട്ട് ഇംപ്രസ്ഡ് മീ എന്ന് ചോദിച്ചാൽ കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ഇത്രയും ടൈനി ഡ്രോൺ, നമ്മളിത് മടക്കി കഴിഞ്ഞാൽ ചെറിയ ബാഗിലിട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ഇത്രയും ടൈനിയാണ് ഈ ഡ്രോണിൻ്റെ സൈസ്. ആൻഡ് ഓൾസോ ജസ്റ്റ് 249 ഗ്രാം, 250 ഗ്രാമിൻ്റെ താഴെ ആയതുകൊണ്ട് ഇതിന് പ്രത്യേക ലൈസൻസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഈസി ടു ക്യാരി. സോ ഇതിൽ തന്നെ നമ്മൾക്ക് റിട്ടേൺ ടു ഹോം ഫീച്ചർ, അതുപോലെ തന്നെ 360 ഒബ്സ്റ്റിക്കിൾസ്, അല്ലെങ്കിൽ നമുക്ക് കൊളീഷനൊന്നും ഇല്ലാതെ ഒബ്സ്റ്റിക്കിൾ അവോയ്ഡൻസ് സെൻസേഴ്സ് ഉണ്ട്. നമുക്കിതിൻ്റെ ബാക്കിൽ 2 കണ്ണ് പോലെ കാണാം. ഇവിടെ ക്യാമറയാണ് വരുന്നത്. ക്യാമറ മീൻസ് ഒബ്സ്റ്റിക്കിൾ അവോയ്ഡ് ചെയ്യാനാണ്. ഇവിടെ നമ്മൾക്ക് 2 ക്യാമറ കാണാം. അതുപോലെ തന്നെ താഴെ ക്യാമറ ആൻഡ് ഓൾസോ സെൻസേഴ്സ് എന്നും പറയാം. അതായത് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കാൻ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ബ്രേക്ക് ഇടും, അല്ലെങ്കിൽ അത് ബൈപ്പാസ് ചെയ്യും. സോ അതൊക്കെ ഞാൻ സെറ്റിങ്സിൽ കാണിച്ചു തരാം. ആൻഡ് ഓൾസോ ഇതിൻ്റെ മുന്നിൽ നമ്മൾക്ക് വിത്ത് ഗിംബൽ 48 മെഗാ പിക്സൽ സെൻസേഴ്സിൻ്റെ 1.7 അപ്പച്ചറുള്ള ഒരു ക്യാമറ കാണാം. നമ്മൾക്ക് അപ് ടു 4K 100 FPS 1080യിലേക്ക് മാറ്റുകയാണെങ്കിൽ 200 ഫ്രെയിം പെർ സെക്കൻഡ് വരെ, അതായത് സൂപ്പർ സ്ലോ മോഷൻ വീഡിയോസ് വരെ ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു മെമ്മറി കാർഡ് സ്ലോട്ടും അതുപോലെ തന്നെ USB Type-C സ്ലോട്ടും കാണാം. നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ബാറ്ററി റിമൂവ് ചെയ്യൽ. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് അല്ലെങ്കിൽ ആസ്പെക്ട്സ് എന്ന് പറയാം. സോ ആക്ച്വലി ഈ ഒരു ഡ്രോൺ ഞാൻ പർച്ചേസ് ചെയ്തത് എയറി ടെക്കിൽ നിന്നാണ്. ആക്ച്വലി അവർ വരുന്നത് കേരളത്തിൽ തന്നെയാണ്, മൂവാറ്റുപുഴയിലാണ് അവരുടെ ഓഫീസ്. അതായത് എല്ലാതരം ഡ്രോണിൻ്റെ സൊല്യൂഷൻസും അതേപോലെ തന്നെ പാർട്സും എല്ലാം എനിക്ക് ഈ വെബ്സൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ND ഫിൽറ്റേഴ്സ് എല്ലാം എനിക്ക് ഈ ഒരു വെബ്സൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. സോ വെബ്സൈറ്റിൽ പ്രൈസ് വരുന്നത് 1,22,999 രൂപ. സോ കോംബോ ആണ് ഞാൻ പർച്ചേസ് ചെയ്തത് വിത്ത് RC2 റിമോട്ട്. സോ ഇതിൻ്റെ ബോക്സിൽ വരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ദ ഡ്രോൺ, അതേപോലെ 2 എക്സ്ട്രാ ബാറ്ററി വരുന്നുണ്ട്, ടോട്ടൽ 3 ബാറ്ററി. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഓരോ ബാറ്ററി നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. ഇതുപോലെ ഈ ഒരു രീതിയിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. സോ അതിൻ്റെ ചാർജ് എത്രയുണ്ടെന്ന് ഇവിടെ താഴെ കാണിക്കും. അതിൻ്റെ പിന്നിൽ USB Type-C പോർട്ട് ഉണ്ട്, അതുപോലെ ഔട്ടും ഉണ്ട്. ഇതൊരു പവർ ബാങ്ക് പോലെ യൂസ് ചെയ്യാം. നിങ്ങളുടെ റിമോട്ട് കൺട്രോളോ ഫോണോ ഇതിൽ നിന്ന് ചാർജ് ചെയ്യാനും പറ്റും. ഇതൊരിക്കൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ബാറ്ററി എത്ര പെർസെൻറ്റേജ് നിന്ന് കാണാൻ പറ്റും, വിത്ത് LED ഇൻഡിക്കേറ്റേഴ്സ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഈ ഗിംബലിൻ്റെ പ്രൊപ്പല്ലേഴ്സ് മടക്കി കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പ്രൊപ്പല്ലർ ഗാർഡ്, അതായത് ബാഗിൽ തിരിച്ച് കുത്തി വെക്കുമ്പോൾ ഒന്ന് പ്രോപ്പറായിട്ട് നിൽക്കാൻ വേണ്ടി. അതേപോലെ ഫ്രണ്ടിലുള്ള നമ്മളുടെ സെൻസേഴ്സും അതേപോലെ തന്നെ ഈ ഒരു ഗിംബലുള്ള ക്യാമറ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ക്യാമറ ഗാർഡിൻ്റെ ഒരു കവർ. പിന്നെ വരുന്നത് USB Type-C കേബിൾസും USB A കേബിൾസും. ആൻഡ് ദ ബാഗ്, ഇതിൻ്റെ ഒരു ക്യാരി ബാഗും കൂടെ വരുന്നുണ്ട്. ഇതാണ് കോംബോയിൽ കിട്ടുന്നത്. കോംബോ അല്ലാണ്ട് ജസ്റ്റ് ഡ്രോണും റിമോട്ട് മാത്രം വാങ്ങാൻ പറ്റും. റിമോട്ട് കാണിച്ചു തന്നില്ല. ഇതാണ് ഇതിൻ്റെ RC2 റിമോട്ട്. സോ RC2 റിമോട്ടിൻ്റെ പ്രത്യേകത, അതായത് നിങ്ങളൊരു എക്സ്ട്രാ ഫോണോ അല്ലെങ്കിൽ ഡിസ്പ്ലേ കാണേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ബിൽട്ടിനായിട്ട് ഇതുണ്ട്, ഡിസ്പ്ലേ ഉണ്ട്. അതുകൊണ്ട് വേറെ ഫോണ് കരുതേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ 6 hours എനിക്ക് ബാറ്ററി ലൈഫ് ഇതിൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, സോ RC2 പറയുകയാണെങ്കിൽ ഇത് അപ് ടു 20 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ റേഞ്ച്. പിന്നെ വരുന്നത് എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സും സ്ക്രൂ ഡ്രൈവേഴ്സും അതുപോലെ തന്നെ സ്ക്രൂവാണ്. എയറി ടെക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ബാറ്ററി ലൈഫ് 34 മിനിറ്റാണ് വെബ്സൈറ്റിൽ പറയുന്നത്. പക്ഷേ എനിക്ക് ഏകദേശം 25 മിനിറ്റ്, അവർ 20 മിനിറ്റ്. നമ്മളെ ഫ്ലൈറ്റിൻ്റെ സ്പീഡും അതേപോലെ തന്നെ ഡിസ്റ്റൻസും വെയിൽ, ചൂട്, നമ്മളെ ക്ലൈമറ്റിലനുസരിച്ചായിരിക്കും ബാറ്ററി ബാക്കപ്പ്. ഒരു ആവറേജ് ചെയ്യാം, 25 മിനിറ്റ്സിലേക്ക് ആവറേജ് ചെയ്യാം. പിന്നെ
ആക്റ്റീവ് ഷോട്ട്സ് 360, അതായത് നമ്മളെ ഫോളോ ചെയ്യും. കംപ്ലീറ്റ്ലി റിമോട്ടിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒരു മാസത്തോളം ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എഡിറ്റ് ചെയ്തിട്ടൊക്കെ ചിലതൊക്കെ, എല്ലാം ഇട്ടിട്ടില്ലെങ്കിലും ചിലതൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, കാറിൻ്റെതും ഓക്കെ. ഗംഭീര ഷോട്ട്സ് ആയിരുന്നു എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ സാമ്പിൾസൊക്കെ ഞാൻ വിടാം. സോ ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത് ആക്റ്റീവ് ഷോട്ട്സ് ആണ്. അതായത് നമ്മൾക്ക് ഈ ഒരു റിമോട്ടിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്ക് സൈഡിലേക്ക് വെച്ച് ഡ്രോണ് നമ്മളെ ബാക്കിലേ നമ്മളെ നോക്കിയിട്ട് ഫോളോ ചെയ്തോളൂ. നമ്മൾ എവിടെയാണോ പോകുന്നത് അവിടേക്ക് വരും. ഇത് സ്വന്തമായിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കൂ എന്നുള്ള പേടിയും വേണ്ട. പക്ഷെ എന്നാലും ഞാൻ 100% ട്രസ്റ്റ് ചെയ്യുന്നില്ല. എനിക്ക് പേടിയുണ്ട്, കാരണം 1,00,000 മുകളിലുള്ള ഡിവൈസാണ്. നിങ്ങൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ അപ് ടു 48 മെഗാ പിക്സലിൻ്റെ റോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ലോഗ് വീഡിയോസ് എടുക്കുന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽസ് ലോഗ് വീഡിയോസ് ഇതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ദ ബെസ്റ്റ് തിങ്, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ദേ നീഡ് ദ വെർട്ടിക്കൽ ഷൂട്ടിംഗ്. പിന്നെ എടുത്ത് പറയേണ്ടത് വേവ് പോയിൻറ്റ്. അതായത് നമ്മൾക്ക് എന്താ ചെയ്യുക, ഒരു പ്രീ ഡിഫൈൻഡ് ഫ്ലൈറ്റ് പാത്ത് റിമോട്ടിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതൊരു ബിഗിനർ ഡ്രോണല്ല, ബിഗിനർക്കുള്ളതല്ല, ഇതൊരു പ്രൊഫഷണലുള്ള ഡ്രോൺ തന്നെയാണ്. പേര് മിനി ആണെങ്കിലും ആൾ മിനിയല്ല. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, ക്രൂസ് കൺട്രോൾ. ക്രൂസ് കൺട്രോൾ മീൻസ് നിങ്ങൾ റിമോട്ടിൽ ഒരു നിശ്ചിത സ്പീഡിൽ പോവാണ്. അപ്പോൾ നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യേണ്ട. കാർ ഓടിക്കുന്നവർക്ക് അറിയണ്ടോ എന്താ ക്രൂസ് കൺട്രോൾ. അത് നമ്മൾക്കൊരു സ്പീഡ് സെലക്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്പീഡിൽ തന്നെ ഡ്രോൺ പോകും. പിന്നെ നമ്മൾ റിമോട്ടിൽ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അഡ്വാൻസ്ഡ് RTH, റിട്ടേൺ ടു ഹോം. ഇൻ കേസ് ഇതിൻ്റെ സിഗ്നൽ ലോസ് ആണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി തീരാൻ പോവുകയാണ്, അല്ലെങ്കിൽ റിമോട്ടിൻ്റെ ബാറ്ററി തീർന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചു, അല്ലെങ്കിൽ ഇത് കാണുന്നില്ല, നമ്മൾ ഐസൈറ്റിൽ നിന്ന് നഷ്ടപ്പെട്ടു ഈ ഒരു ഡ്രോൺ, അങ്ങനെയാണെങ്കിൽ റിട്ടേൺ ടു ഹോം ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എവിടെ നിന്നാണോ ഇത് ടേക്ക് ഓഫ് ചെയ്തത് GPS ലൊക്കേഷൻ കണ്ടുപിടിച്ച് ആ ലൊക്കേഷനിൽ തന്നെ വന്ന് സ്ലോലി ലാൻഡ് ചെയ്യും. സോ റിട്ടേൺ ടു ഹോം അഗെയിൻ സീരിയസ്ലി അതൊരു മൈൻഡ് ബ്ലോയിങ് ഫീച്ചർ തന്നെയാണ്. ഇവിടെ 3 ഓപ്ഷൻ കിട്ടും. ഒബ്സ്റ്റക്കിൾ എന്തെങ്കിലും ഒരു മരമോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന്. അത് ബൈപ്പാസ് ഉണ്ട്, ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ബ്രേക്ക് അമർത്താം. ബ്രേക്ക് ഇടുകയാണെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഇടിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ വെച്ച് ഡ്രോൺ നിൽക്കും. ഫോർ സേഫ്റ്റി ഞാൻ ബ്രേക്ക് മോഡിലാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് അത്രയും പേടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സ്ട്രാ ഇതുപോലെയുള്ള പ്രൊപ്പല്ലർ ഗാർഡ് വാങ്ങാം. പ്രൊപ്പല്ലർ ഗാർഡ് വാങ്ങിയിട്ട് ഇതിൻ്റെ ലിങ്കിന് ഇതിന് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്, ഞാൻ താഴെ കൊടുക്കാം. ഇതുപോലെ പ്രൊപ്പല്ലർ ഗാർഡ് വാങ്ങുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ക്ലിപ്പ് ചെയ്യലാന്ന് അത്രേ ഉള്ളൂ. എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഈ ഫാൻ ഡാമേജ് ആവില്ല. ഓക്കെ. സോ പ്രൊപ്പല്ലർ ഗാർഡ് വാങ്ങി നിങ്ങൾ ഇൻഡോർ ഫ്ലൈറ്റ് ആണ് നോക്കുന്നത്, ഔട്ട്ഡോർ അല്ല, വീട്ടിൻ്റെ അകത്തുനിന്നൊക്കെ പുറത്താണെങ്കിൽ ഈ പ്രൊപ്പല്ലർ ഗാർഡ് ഇടൽ നിർബന്ധമാണ്. പക്ഷേ പ്രൊപ്പല്ലർ ഗാർഡ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൊളിഷൻ ഡിറ്റക്ഷനും ആ ഒരു സംഭവം ഫീച്ചേഴ്സ് എല്ലാം ടേൺ ഓഫ് ആവും. റിമോട്ടിൽ കാണിക്കും പ്രൊപ്പല്ലർ ഗാർഡ് ഡിറ്റക്റ്റഡ് എന്ന്. സോ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് ഇതിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് 120 മീറ്റർ ആണ് ഫോർ സേഫ്റ്റി. അതുപോലെ തന്നെ ചെറിയ ഡ്രോണല്ലേ, അപ്പോൾ അതല്ല നിങ്ങൾക്കത് പൊട്ടിച്ച്, അതായത് അത് ജെയിൽ ബ്രേക്ക് ചെയ്ത് 500 ഒക്കെ പോകാൻ പറ്റും. ബട്ട് ഞാനത് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഡിസ്റ്റൻസ് അപ് ടു 11 കിലോമീറ്റേഴ്സ്. ഇതിൻ്റെ ബാറ്ററി ഞാൻ അതും ടെസ്റ്റ് ചെയ്തിട്ടില്ല. ബട്ട് ഒരു 4-5 കിലോമീറ്റർ പോകുമ്പോൾ എനിക്ക് പേടിയാൻ തുടങ്ങി. ഞാൻ റിട്ടേൺ ടു ഹോം തിരിച്ചു വിളിച്ചു. ബട്ട് പോസിബിളാണ്, പോകുന്നുണ്ട്, അത്രയും ഡിസ്റ്റൻസ് പോകുന്നുണ്ട്. അതേപോലെ ഇതിനും ഞാനൊരു സ്ക്രീൻ ഗാർഡ്, ഒരു ഗ്ലാസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ ഈ സ്ക്രീനിൽ ഞാൻ കമ്പ്യൂട്ടറിൽ കാണിച്ചു തരാം എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ഉള്ളത് എന്ന്. സോ ദ ഫസ്റ്റ് തിങ് നമ്മൾക്ക് ഓട്ടോ ഫോളോ മോഡലിംഗ്, ഓട്ടോ ട്രാക്കിംഗ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഓട്ടോ ട്രാക്കിംഗ് നമ്മൾ 3 തരത്തിൽ ചെയ്യാൻ പറ്റും. ദ ഫസ്റ്റ് തിങ് ഓട്ടോ, അതായത് കംപ്ലീറ്റ്ലി ഓട്ടോ. നമ്മൾ ഒന്നും തന്നെ നോക്കേണ്ടതില്ല, അതായത് ഡയറക്ഷനോ ഹൈറ്റോ ഒന്നും നോക്കേണ്ട, അത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്. മറ്റൊന്ന് ഇതിൽ ഓട്ടോ ട്രാക്കിങ്ങിൽ തന്നെ മാനുവൽ ചെയ്യാൻ പറ്റും. നമ്മൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്തിട്ട് ഏത് ദിശയിലാണ് ഡ്രോൺ നിൽക്കേണ്ടത് അത് ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, സോ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. ഞാൻ ഇതിൻ്റെ റിമോട്ട് കൺട്രോൾ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഡ്രോണിൻ്റെ തന്നെ ഇഷ്ടത്തിന് ഈ ഒരു സൈക്കിൾ ട്രാക്ക് ചെയ്ത് പിന്നാലെ പോവുകയാണ്. സോ എവിടെയാണ് ഇടിക്കാൻ പോകുന്നതെന്നുള്ള നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾക്ക് ഒരു ഇലക്ട്രിക് പോസ്റ്റ് കാണാം, ഇത് ഫ്ലാറ്റിൻ്റെ താഴെയാണ്. സോ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ അവിടെ ഇടിക്കാൻ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ഇട്ട് അത് നമുക്ക് ബൈപ്പാസ് ചെയ്യുന്നത് കാണാം. അത് ബൈപ്പാസ് ചെയ്ത് വീണ്ടും പിന്നാലെ പോകാം. ആ ഒരു രീതിയിലാണ് ഇത് പോകുന്നത്. അതേപോലെ തന്നെ ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. ഇത് 4K 60 ഫ്രെയിം പെർ സെക്കൻഡിൽ എടുക്കുന്നത്. ഇത് സ്ക്രീൻ റെക്കോർഡാണ്. നിങ്ങൾ എന്താണോ റിമോട്ട് കൺട്രോളിൽ ഞാൻ കാണുന്നത് അതാണ് നിങ്ങൾ കാണുന്നത്.
സോ ഇത് നേരെ പോയി അതേപോലെ തന്നെ ഒബ്സ്റ്റക്കിളെല്ലാം അവോയ്ഡ് ചെയ്ത ആ ഒരു രീതിയിൽ ഇവിടുന്ന് ആ സബ്ജക്റ്റിൻ്റെ ട്രാക്കിംഗ് ലോസായി. അതേപോലെ മറ്റ് ഓപ്ഷൻ ഉണ്ട്, നമുക്ക് പീപ്പിളോ അല്ലെങ്കിൽ വല്ല കാറോ ഉണ്ടെങ്കിൽ അതിവിടെ ഒരു പ്ലസ് ബട്ടൺ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു സബ്ജക്റ്റ് എന്താവും, സെലക്ട് ആവും. സെലക്ട് ആയതിനു ശേഷം ഓട്ടോമാറ്റിക് മോഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യും, പല രീതിയിലുള്ള മോഡ്സ്, പിച്ചപ്പ്, ഫോർവേഡ്, അതുപോലെ തന്നെ സർക്കിൾ, ഡ്രോണി എല്ലാം ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ഒരു ഔട്ട് ഓട്ടോമാറ്റിക്കലി ഡ്രോണ് തന്നെ തരും, എഡിറ്റ് ചെയ്യാതെ. താഴെ മാപ്പ് നോക്കുക, അത് ഓട്ടോമാറ്റിക്കലി ഡിഫൈൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അതുപോലെ ഒരുപാട് മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. സൈഡിൽ നിന്ന് നമ്മൾ വലിക്കുകയാണെങ്കിൽ നോർമൽ മോഡ് ഉണ്ടാവും, നൈറ്റ് മോഡ്, സ്ലോ മോഷൻ, മാസ്റ്റർ ഷോട്ട്സ്. സോ ഇതൊക്കെ നമുക്ക് റിമോട്ട് എന്ത് ചെയ്യാം, ഓക്കെ കൊടുത്തിട്ട് ഐഡലായിട്ട് വെക്കാം. റിമോട്ടിൽ നമ്മൾ കൺട്രോൾ ചെയ്യണമെന്നില്ല. ഇതുവരെ ഒരുപാട് ഓട്ടോമേറ്റഡ് മോഡ് ഇതിലുണ്ട്. ട്രാക്കിംഗ് ആണ്, അതായത് L നിൽക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഡ്രോൺ ഉള്ളത്, F നിൽക്കുമ്പോൾ നേരെ ഫ്രണ്ടിലേക്ക് വന്നു, B നിൽക്കുമ്പോൾ ബാക്കിലേക്ക് പോയി, അതേപോലെ തന്നെ L നിൽക്കുമ്പോൾ ലെഫ്റ്റിലേക്ക് പോയി. സോ ഇത് ഓട്ടോമാറ്റിക്കാണ്, അതായത് ഡ്രോണ് നമ്മൾ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് മറ്റൊരു യൂസ് കേസാണ്. ഇവിടെ ഒരു ബോട്ട് കണ്ടു. സോ ആ ബോട്ട് ഞാൻ ഒരു സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ വരച്ചു കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ട്രാക്ക് ചെയ്തിട്ട് അതിന് ചുറ്റും സർക്കിൾ ഇടാൻ തുടങ്ങി. ചുറ്റും ഒരു പരുതിനെ പോലെ പറക്കുന്നത് നിങ്ങൾക്ക് കാണാം. സോ ഇത് നൈറ്റ് ഫുട്ടേജ് ആണ്. നൈറ്റിൽ ഒബ്സ്റ്റിക്കിൾ അവോയ്ഡൻസ് സെൻസേഴ്സും കാര്യങ്ങളും ഒന്നും വർക്ക് ചെയ്യില്ല, കംപ്ലീറ്റ് മാനുവൽ ആയിരിക്കും. സോ ഇതാണ് നൈറ്റ് വിഷ്വൽസ്. നൈറ്റ് ഞാൻ കൂടുതൽ വീഡിയോസ് എടുത്തിട്ടില്ല, പക്ഷേ കുറച്ച് സംഭവങ്ങൾ ഞാൻ സാമ്പിൾസ് കാണിച്ചു തരാം. കുറച്ച് ഹൈപ്പർ ലാപ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രം കൊച്ചി. സോ ഹൈപ്പർ ലാപ്സ് എന്ന് പറഞ്ഞൊന്നുമില്ല, ഒരുപാട് ഫോട്ടോസ് എടുക്കും. ഇതിപ്പോൾ ഓരോ ഫോട്ടോസാണ് ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നത്. ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ ഓരോ പിക്ചേഴ്സ് എടുക്കും. ഡ്രോൺ പതിയെ ഫ്രണ്ടിലേക്ക് പോകും. ഇതൊരു ഒരുപാട് പിക്ചേഴ്സ് എടുത്തിട്ട് ലാസ്റ്റ് ഒരു ഔട്ട് തരും. അത് വേറൊരു രസമാണ്. ഞാൻ ഒരു സാമ്പിൾ കാണിച്ചു തരാം. പിന്നെ ഒരുപാട് മോഡ് ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ക്വിക്ക് ഷോട്ട് എന്ന് പറയാം, അതായത് പ്രീ ഡിഫൈൻഡ്, ഓൾറെഡി റിമോട്ടിൽ ഡിഫൈൻ ചെയ്ത് വെച്ചതാണ്. ഇവിടെ റോക്കറ്റ് ഉണ്ടാവും, സർക്കിൾ ഉണ്ടാവും, അതുപോലെ തന്നെ ഹെലിക്സ് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾക്ക് ചുറ്റും പറക്കുന്ന രീതിയിൽ നമ്മൾക്കൊന്ന് ഹെലിക്സ് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം സബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് കൊടുക്കുക. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഡ്രോൺ എന്ത് ചെയ്യും, നമ്മൾക്ക് ചുറ്റും പറക്കാൻ തുടങ്ങും. അപ്പോൾ എത്ര ഡിസ്റ്റൻസിൽ പോകണം, എത്ര മീറ്റർ നമ്മൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ റിമോട്ട് കൺട്രോൾ ചെയ്ത് ചെയ്യാതെ തന്നെ നമ്മൾക്ക് ചുറ്റും പറന്ന് ആ ഒരു സ്റ്റൈലിൽ പോയി തിരിച്ച് ഡ്രോൺ നമ്മുടെ അടുത്തേക്ക് തന്നെ വന്നിട്ട് ആ വീഡിയോ ഔട്ട് തരും. സോ അതുപോലെ ഒരു ബോട്ട് ഞാൻ ട്രാക്ക് ചെയ്തതാണ്. ഇത് കണ്ണൂർ മാട്ടൂൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ നിന്ന് ആ ബോട്ട് ട്രാക്ക് ചെയ്യുന്നത് നമ്മൾ കാണാം. ആൻഡ് ഗിംബൽ നിങ്ങൾക്ക് ഫോളോ മോഡും FPV മോഡിലും ഇടാൻ പറ്റും. FPV ഇടുകയാണെങ്കിൽ ഫസ്റ്റ് പേഴ്സൺ പെർസ്പെക്റ്റീവ്, അതായത് ഡ്രോൺ ചെരിയുമ്പോൾ നമ്മളെ സ്ക്രീനും ചെരിഞ്ഞ് കാണാം. അപ്പോൾ ഒരു FPV ഓടിക്കുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടുക. നമ്മൾ FPV ഓഫ് ആണെങ്കിൽ നമ്മൾ ഡ്രോൺ ചെരിക്കുമ്പോൾ എന്താവില്ല, ഒരിക്കലും ഗിംബലും കൂടി ചെരിയില്ല, ഗിംബൽ ലോക്കാവില്ല. സോ FPV മോഡിൽ നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ റിമോട്ടിലെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു ബട്ടൺ കാണാം, H, അതായത് റിട്ടേൺ ടു ഹോം അല്ലെങ്കിൽ സഡൻ ബ്രേക്കാണ് ഇതിൻ്റെ. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ റിമോട്ട് കൺട്രോളിൽ ഒരു ബട്ടൺ ഉണ്ട്, പൗസ് എന്നൊരു ബട്ടൺ കാണാം. സഡനായിട്ട് എന്താവും, പൗസായി നിൽക്കും. സോ ഇവിടെയാണ് സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ആയിരിക്കും ഡ്രോണിൻ്റെ മൂവ്മെൻറ്റ്. നടുക്കിൽ നോർമൽ ഉണ്ട്, പിന്നെ സ്പോർട്സ് ഉണ്ട്. സ്പോർട്സ് മീൻസ് എബോവ് 50 km/h സ്പീഡിൽ പോകും. പക്ഷേ ശ്രദ്ധിക്കുക, സ്പോർട്ട് മോഡിൽ ഒരു തരം സെൻസേഴ്സും വർക്ക് ചെയ്യില്ല, കംപ്ലീറ്റ് മാനുവലായിരിക്കും, ഇടിക്കേണ്ടടുത്ത് ഇടിക്കും. ആൻഡ് യെസ്, മുകളിൽ നമ്മൾക്ക് ക്യാമറ റെക്കോർഡ് ബട്ടണും അതേപോലെ ക്യാപ്ചർ ബട്ടണും സൂം ഇൻ സൂം ഔട്ട്, അതുപോലെ തന്നെ ഗിംബലിൻ്റെ പൊസിഷൻ താഴേക്ക് മുകളിലേക്ക് എടുക്കാനുള്ള റോൾ ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ബാക്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ബട്ടൺസ് കാണാം. ഏത് രീതിയിൽ അസൈൻ ചെയ്യാം. ഞാനിപ്പോൾ അസൈൻ ചെയ്തിരിക്കുന്നത് ക്രൂസ് കൺട്രോളാണ്. മറ്റൊന്ന് ക്യാമറ നേരെ താഴേക്കും മുകളിലേക്കും വരാം. അതുപോലെ തന്നെ ഇതിൻ്റെ ജോയ്സ്റ്റിക്ക് നമ്മൾക്കിത് ഇളക്കിയെടുത്ത്, അത് വീണു, നമുക്ക് ബാക്കിൽ വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നൈറ്റ് ടൈമാണ് ഓടിക്കുന്നുണ്ടെങ്കിൽ ഒരു അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ഇവിടെ താഴെ ഫ്ലാഷ് ലൈറ്റ് കാണാം. ആൻഡ് യെസ്, നൈറ്റിന് എന്തായാലും കംപ്ലീറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ എല്ലാ സെൻസേഴ്സും വർക്ക് ചെയ്യാത്തത് കൊണ്ട് നൈറ്റ് ഭയങ്കര റിസ്ക്കിയാണ്. എന്നാലും തീരെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് നൈറ്റ് ഓടിക്കാവുന്നതാണ്. നൈറ്റ് മോഡ് അവൈലബിൾ ആണ്. ആൻഡ് ഇത് ടേക്ക് ഓഫ് ആൻഡ് ലാൻഡ് ചെയ്യാൻ ഫ്ലാറ്റ് സർഫേസ് റെക്കമെൻഡഡ് ആണ്. അതേപോലെ തന്നെ മണ്ണിലോ അതേപോലെ തന്നെ കല്ലിലോ, ലൈക്ക് ഒരുപാട് പൊടിയൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഇതിൻ്റെ മോട്ടറിൻ്റെ അകത്ത്
മണൽ കയറുന്നത് കൊണ്ട് ബീച്ചിലൊന്നും ഇത് ലാൻഡ് ചെയ്യൽ റെക്കമെൻഡഡ് അല്ല. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയ്യിൽ ലാൻഡ് ചെയ്യാം, കയ്യിൽ തന്നെ ടേക്ക് ഓഫ് ചെയ്യാം. സോ അത് കുറച്ച് പ്രാക്ടീസ് വേണം. ഒരു 10-20 മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ടേക്ക് ഓഫും ലാൻഡും ചെയ്യാൻ പഠിക്കാവുന്നതാണ്. സോ ഒരുപാട് മോഡ്സ് ഉണ്ട്. മോഡ്സ് എല്ലാം ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ഏരിയൽ ഫോട്ടോഗ്രാഫി മോഡ്, അതുപോലെ തന്നെ ഫോളോ മോഡ്, പിന്നെ ഇങ്ങനെ ഒരുപാട് ഹെലിക്സ് മോഡ്, റോക്കറ്റ് മോഡ്, ഇങ്ങനെ ഒരുപാട് മോഡിൽ എടുത്തിട്ട് നമ്മൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. സോ ഇതിൻ്റെ ഓട്ടോമേറ്റ് ട്രാക്കിംഗ് ഉണ്ടല്ലോ, നമ്മൾക്ക് കാറ് ട്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ട്രാക്ക് ചെയ്യാം, ബോട്ട് ട്രാക്ക് ചെയ്യാം. ബൈക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഇതിന് കൺഫ്യൂഷൻ ആവുന്നു. കാരണം ഹെൽമെറ്റ് അല്ലേ കാണൂ. നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ട്രാക്കിംഗ് മാറി മറ്റൊരാളിലേക്ക് ട്രാക്കിങ് പോകും. അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ താജ്മഹൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുവിലുള്ള മിനാരം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ട്രാക്ക് ചെയ്തിട്ട് അതിന് ചുറ്റും കറങ്ങാം. അതുപോലെ ചെയ്യാം. അല്ലാതെ അതർ മൂവിങ് ഒബ്ജക്ട്സ് ബൈക്കൊന്നും ട്രാക്ക് ചെയ്യാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതിൽ ട്രാക്ക് ആവില്ല, എറർ മെസ്സേജ് വരും. ഡ്രോണ് വാങ്ങിയിട്ട് എൻ്റെ ഒരു സെക്കൻഡ് ഫ്ലൈറ്റിൽ എടുത്ത വീഡിയോ ആണിത്. ഇതെൻ്റെ കാറാണ്, ഞാൻ ട്രാക്ക് ചെയ്തു, ഞാൻ റിമോട്ട് യൂസ് ചെയ്യുന്നില്ല. ഇതൊക്കെ മാനുവലാണ്, കംപ്ലീറ്റ്ലി മാനുവൽ ഫുട്ടേജസ് ആണ്. സോ ഒരു ബിഗിനർക്ക് പോലും ഇതുപോലത്തെ നല്ല വീഡിയോസ്, ഇത് ഭയങ്കര അടിപൊളി എന്നല്ല, ഫോർ മീ അടിപൊളി വീഡിയോ തന്നെയാണ്. ഇതുപോലത്തെ വീഡിയോസ് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത് പോർട്രേറ്റ് മോഡിൽ എടുത്തിന്, കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയും അതുപോലെ തന്നെ റീൽസും പോകാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലും പോർട്രേറ്റ് മോഡിൽ എടുത്തു. ഇതെനിക്കിഷ്ടമായി. ഇതെൻ്റെ ക്യാമറ ബാഗിൽ കൊണ്ടുപോകേണ്ട, ഈവൻ തന്നെ ഒരു സിനിമാറ്റോഗ്രാഫറോ വീഡിയോഗ്രാഫറോ അല്ല. ഞാൻ ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോസ് എടുക്കാം, ട്രിപ്പൊക്കെ പോകുമ്പോൾ എടുക്കാം എന്നുള്ളൊരു കാറ്റഗറിയിൽ വാങ്ങിയതാണ്. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു. ഇതെൻ്റെ ഒരു ഡെയിലി ഡ്രൈവറായി. ലൈക്ക് സീരിയസ്ലി എനിക്കിഷ്ടപ്പെട്ടു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇതെൻ്റെ ഫസ്റ്റ് ഡ്രോണാണ്. അതുകൊണ്ട് എനിക്ക് മറ്റു ഡ്രോണായിട്ട് കമ്പാരിസൺ പറയാൻ പറ്റില്ല, ഇതാണ് ബെറ്റർ അതാണ് ബെറ്റർ എന്നൊന്നും. കാരണം എല്ലാം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ബട്ട് ഫോർ മീ ഇറ്റ്സ് എ പ്രൊഫഷണൽ ഡ്രോൺ, നോട്ട് എ ബിഗിനർ ഡ്രോൺ. കാരണം എല്ലാതരം ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇത് ചെറുതാണ്, ലൈസൻസ് പ്രത്യേകിച്ച് എടുക്കണ്ട. ലൈസൻസ് ഇല്ല എന്ന് കരുതി നിങ്ങൾക്കിത് എയർപോർട്ടിലും മറ്റേ നേവിയിലും കൊണ്ടുപോയി പറത്താൻ പറ്റില്ല. അങ്ങനെ പറത്തുകയാണെങ്കിൽ യു വിൽ ബി ഇൻ ജയിൽ ഫോർ ഷുവർ. അപ്പോൾ ലീഗലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് എല്ലായിടത്തും. നമ്മൾക്ക് ഡിജിറ്റൽ സ്കൈ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ എവിടെയൊക്കെ പറത്താൻ പറ്റും, എവിടെയൊക്കെ പറത്താൻ പറ്റില്ല എന്ന് നമ്മൾ ആദ്യം സ്റ്റഡി ചെയ്യുക. അത് നോക്കിയിട്ട് മാത്രം ഇത് ഫ്ലൈ ചെയ്യുക. ആൻഡ് ഓൾസോ ഇതിൻ്റെ RC കൺട്രോളിൽ തന്നെ ഞാൻ ഒരു സ്ട്രാപ്പ് വാങ്ങിയിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്ന് സെപ്പറേറ്റ് വാങ്ങിയതാണ്, DJIൻ്റെ ഒന്നുമല്ല, തേർഡ് പാർട്ടിയാണ്. സോ നമ്മൾക്ക് എന്ത് ചെയ്യുക, റിമോട്ട് കൺട്രോൾ ഹൂക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രാപ്പ് ചെയ്ത് ഇടാം. ഷോൾഡറിന് ഇടുകയാണെങ്കിൽ നമ്മൾക്ക് ഡ്രോണ് നോക്കുന്ന സമയത്ത് ഈ ഒരു ജോയ്സ്റ്റിക്ക് അല്ലെങ്കിൽ ഈ റിമോട്ട് കൺട്രോൾ എപ്പോഴും ഒരു ഭാരമാണ്. ഇത് എവിടെയും വെക്കാൻ പറ്റില്ലല്ലോ. സോ ഇത് ഹൂക്ക് ചെയ്തിടാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡ്രോണിലെ വ്യക്തിയാണെങ്കിൽ അത് മസ്റ്റ് ബൈ ആണ്. ആൻഡ് വൺ മോർ തിങ്, ഇതിന് വാറൻറ്റി ഇന്ത്യയിലില്ല. ഇതിന് 1 year വാറൻറ്റി ഉണ്ടെങ്കിലും ഇന്ത്യയിൽ എവിടെയും ഇതിൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ ഇല്ല. പക്ഷേ നിങ്ങൾക്ക് പെയ്ഡായിട്ട് സർവീസ് ചെയ്യാൻ പറ്റും. എയർടെക്കിൽ പെയ്ഡ് സർവീസ് അവൈലബിൾ ആണ്. ഇതിന് ഇന്ത്യയിൽ ഓതറൈസ്ഡ് സെല്ലറോ കാര്യങ്ങളോ വെബ്സൈറ്റിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്നും ഇതിൻ്റെ പർച്ചേസ് അവൈലബിൾ അല്ല. ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് കസ്റ്റംസ് അടച്ച് വിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് ഡിഫറൻസ് വരുന്നത്. നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കുകയാണെങ്കിൽ $800 ഒക്കെയാണ് കാണുന്നത് ഫോർ കിറ്റ്. $1,000 മേ ബി, അത് 80,000 90,000 ഒക്കെ ആവും. ഇവിടെ വരുമ്പോഴാണ് അത് 1,20,000 എന്ന് പറഞ്ഞ എക്സ്ട്രാ ഡ്യൂട്ടിയൊക്കെ അടച്ചിട്ട് ഇത്രയും കോസ്റ്റ്ലി അല്ലെങ്കിൽ എക്സ്പെൻസീവായി മാറുന്നത്. ഓവറോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പൈസ ഉണ്ടെങ്കിൽ, ഇഫ് യുവർ ബഡ്ജറ്റ് ഈസ് അലവിങ്, ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അതേപോലെ നിങ്ങൾ ഓൾറെഡി ഡ്രോണൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ it's a professional drone from my perspective. So until next time, it's me Farhan bin Fazil here, signing out.